ഹായ് എവരി വൺ, വെൽക്കം ടു മില്യൺ ഡോട്ട്സ്. ഇപ്പോൾ എവിടെ നോക്കിയാലും ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളാണ് അല്ലേ, അല്ലെങ്കിൽ ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള സംസാരങ്ങളാണ്. അപ്പോൾ എന്താണ് ഈ ക്രിപ്റ്റോ, അല്ലെങ്കിൽ എന്താണ് ക്രിപ്റ്റോ കറൻസികൾ, ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ക്രിപ്റ്റോയിൽ വരും കാലങ്ങളിൽ ക്രിപ്റ്റോ കറൻസികളാണ് നമ്മുടെ നാട്ടിലെ കറൻസികൾ, അല്ലെങ്കിൽ ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഹ്യൂജ് റിട്ടേൺസ് വരും എന്നൊക്കെ പല അഭ്യൂഹങ്ങൾ മാർക്കറ്റിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ എന്തൊക്കെയാണ് ജസ്റ്റ് ആദ്യം പറയണം. നമ്മളൊരു കാര്യത്തിലൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കാര്യത്തിന് അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ അതിന് കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് എപ്പോഴും അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ എന്താണ് ക്രിപ്റ്റോ, അല്ലേ, വാട്ട് ഈസ് ക്രിപ്റ്റോ കറൻസി? ഈ ഒരു ചോദ്യത്തിന് നമ്മൾ ആദ്യം ഒരു ആൻസർ ചെയ്യണം. എന്നാൽ മാത്രമാണ് ജസ്റ്റ് നമുക്ക് ഇതിന് വരും കാലങ്ങളിൽ എങ്ങനെയായിരിക്കും ഇത് പെർഫോം ചെയ്യുക, ഇതിന് നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന രീതിക്ക് ജസ്റ്റ് മനസ്സിലാവത്തുള്ളൂ. ക്രിപ്റ്റോ കറൻസീസ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിൻ്റേതെന്ന് അവകാശപ്പെടുന്ന ഒരു ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള കറൻസിയാണ് ക്രിപ്റ്റോ കറൻസി. ഡിജിറ്റൽ പറയുമ്പോൾ കറക്റ്റ് ആ വേർഡ് പോലെ തന്നെയാണ്. എന്ന് വെച്ചാൽ ജസ്റ്റ് നമുക്ക് കാണാനോ അല്ലെങ്കിൽ തൊടാനോ പറ്റാത്തൊരു കറൻസിയാണ്. വാലറ്റ് ത്രൂ മാത്രമായിരിക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫറിങ് ഓപ്ഷൻ ഉള്ളൂ. അത് ഈ പറഞ്ഞ എനി ടൈം ഏത് കൺട്രിയിലോട്ടും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ജസ്റ്റ് അതൊക്കെ വിടും. അതൊക്കെ നമുക്ക് അഡ്വാൻസ് ലെവലിലൊക്കെ ജസ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. ഓക്കെ, അപ്പോൾ ഇതാണ് ക്രിപ്റ്റോ കറൻസി. ക്രിപ്റ്റോ കറൻസി എന്ന് പറയുമ്പോൾ ഒന്നുകൂടി പറയാം, ഫ്യൂച്ചറിൻ്റേത് അവകാശപ്പെടുന്ന ഒരു ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു കറൻസിയാണ് ക്രിപ്റ്റോ കറൻസി. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു തോട്ടുണ്ടാവും, നമ്മുടെ നാട് എന്തിന് ഒരു പുതിയൊരു കറൻസിനെ ട്രസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എന്തിനാണ് പുതിയൊരു കറൻസി? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് കറൻസികൾ ഉണ്ട് അല്ലേ, INR ഉണ്ട്, അതുപോലെ തന്നെ US ഡോളർ ഉണ്ട്, യൂറോ, പല കൺട്രീസിനും പല ഓരോ കറൻസികൾ ഇപ്പോൾ നാട്ടിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ രാജ്യത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഒരു പുതിയൊരു കറൻസി എന്ന് പറയുന്നത് ഒരു ലീഗൽ ടെൻഡറാണ്. നമ്മുടെ നാട്ടിൽ ഓരോ കാലഘട്ടത്തിലും ഓരോ കറൻസികളായിരുന്നു. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ടാണ് നമ്മുടെ നാട്ടിൽ INR എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിന് മുന്നേ INRന് മുന്നേ ഒരുപാട് കറൻസി ലീഗൽ ടെൻഡറിന് വേണ്ടി ഉപയോഗിച്ചത് പല മെത്തേഡ്സ് ഉണ്ട്. ആ ഓരോ മെത്തേഡ്സിനും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ 80-70 കാലഘട്ടത്തിലൊക്കെ വേറൊരു മെത്തേഡായിരുന്നു ലീഗൽ ടെൻഡറായിട്ട്, അതായത് കറൻസി ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വേറെ കറൻസി വന്നു, അതിനുശേഷം വേറെ കറൻസി വന്നു. അങ്ങനെ ഓരോ കറൻസികളിലും വരുന്ന ഡീമെറിറ്റ് കൊണ്ടാണ് പുതിയൊരു കറൻസികൾ ഓപ്പർച്യൂണിറ്റി ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഈ INR എന്തെങ്കിലും ഡീമെറിറ്റ്, എന്തെങ്കിലും ചെറിയ നെഗറ്റീവ് സൈഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഫ്യൂച്ചറിൽ ക്രിപ്റ്റോ കറൻസിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളൂ.